ഹായ് ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനി സാറ് വിക്രത്തിന് കയ്യിലൊരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടേതായൊരു വേതനം ലഭിക്കണം. അത് ശ്രീകാന്തിൽ നിന്നും താൻ തന്നെ മേടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ വേദയുടെ ആങ്ങളെയാണല്ലോ ശ്രീകാന്ത്. അപ്പോൾ താൻ ചെന്ന് പറഞ്ഞാൽ അത് അവർ ഗൗരവമായി എടുക്കും. അപ്പോൾ അതിന് പറ്റിയ ആൾ താൻ തന്നെയാണ് എന്ന് പറയുകയാണ് ശ്രീനി സാറ്. അങ്ങനെ വിക്രം വിചാരിക്കുകയാണ് പാവപ്പെട്ട തൊഴിലാളികളല്ലേ, ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് അതങ്ങ് തിരിച്ച് മേടിച്ച് കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വിക്രം വീട്ടിലേക്ക് ചെല്ലുകയാണ്. എങ്ങോട്ട് വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, വേദ നമുക്കൊന്ന് പുറത്തേക്ക് പോയി വന്നാലോ, എപ്പോഴും ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് പുറത്തേക്കൊന്ന് ചുറ്റി കറങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന വേദയ്ക്ക് ഒന്ന് ഷോക്കാവുകയാണ്. ഇത് നന്ദിനിയും ശ്രീജയത്തിയും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, എവിടെ പോവാനാ, എങ്ങോട്ടാ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിനി. അത് ഞങ്ങളൊക്കെ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. വേദ ഇങ്ങനെ അന്തം വിട്ട് വിക്രമനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താ വേദ താനൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിക്രം തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ തന്നെയാണ് പറയുന്നത്, നീ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോവാമെന്ന് പറയാണ്. അപ്പോൾ ശ്രീജേച്ചിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിൽ കുശുമ്പും ദേഷ്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ പോയിട്ട് വരാമല്ലേ ശ്രീജേച്ചി, വിക്രം ആദ്യമായിട്ടൊന്നൊരു സ്ഥലത്തേക്ക് വിളിച്ചതല്ലേ, ഞാൻ പോയിട്ട് വരാമല്ലേ എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നത് ശരിയാ, നീ പോയിട്ട് വാ എന്ന് പറയുകയാണ്. വിക്രമനാണെങ്കിൽ തിരക്കായിട്ട് നിൽക്കുകയാണ്. വേഗം വേദയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ബൈക്കിനടുത്ത് എത്തുമ്പോൾ വിക്രം പറയുന്നത് നീ വേഗം കയറ് എന്ന് പറയുകയാണ്. ഇത് കണ്ട് നന്ദിനിയാണെങ്കിൽ എന്താ ഇവനിക്ക് പറ്റിയ, ഇതൊക്കെ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാതെ നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി കരുതുന്നുണ്ട്, ഇവളെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ഞങ്ങളെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണെന്നിങ്ങനെ നന്ദിനിക്ക് തോന്നുകയാണ്. അങ്ങനെ ബൈക്കിൽ കയറി പോകുന്ന സമയത്ത് വേദ വിക്രമിൻ്റെ തോളിൽ കൈവച്ചിട്ടാണ് പോകുന്നത്. വിക്രം ഇത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ വേദയോടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ അവരൊരു ഫാക്ടറി മുന്നിലെത്തിയപ്പോൾ വണ്ടി അവിടെ നിർത്തുന്നുണ്ട് വിക്രം. എന്നിട്ട് വണ്ടിയുടെ അടുത്ത് വേദയോട് നിൽക്കാൻ പറഞ്ഞിട്ട് വിക്രം ഒറ്റയ്ക്ക് അകത്തേക്ക് പോവുകയാണ്. അതിനകത്ത് ചെല്ലുമ്പോൾ വിക്രം ശ്രീകാന്തിനെ കാണുന്നുണ്ട്. ഇവനെ കാണുമ്പോൾ തന്നെ, വിക്രമിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. വിക്രം ശ്രീകാന്ത് കാണട്ടെ എന്നുള്ള തരത്തിൽ തന്നെ വിക്രം ഇരിക്കുന്നത് കാലുമേ കാല് കയറ്റി വെച്ചിട്ടാണ്. ശ്രീകാന്ത് ദേഷ്യത്തോടെ ഡാ എന്ന് വിളിക്കുമ്പോൾ വിക്രം ഇരിക്കട അവിടെ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പേടിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ വിക്രം തൊഴിലാളികൾക്കുള്ള ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അത് പറ്റത്തില്ല എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിലൊരു പുതിയ മെമ്പറുണ്ട്, ആ മെമ്പറാണ് ഇതിന് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ പോകുന്നത്. ആ മെമ്പർ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താൻ ജനലിൻ്റെ പുറത്തേക്കൊന്ന് നോക്ക്, അപ്പോൾ കാണാമെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ജനലിന് പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ വേദ നിൽക്കുന്നത് കണ്ട് ശ്രീകാന്ത് ഞെട്ടുന്നുണ്ട്. ആളെ മനസ്സിലായില്ലേ, അത് വേദ ശങ്കരനാരായണനാണെന്ന് അഭിമാനത്തോടെ തന്നെ വിക്രം പറയാണ്. അങ്ങനെ ശ്രീകാന്തിന് ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. വേദ സമരം ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനിൽ. അപ്പോൾ ഇങ്ങനെയൊരു പ്രമേയമാണ് കാണിച്ചിരിക്കുന്നത്.